തുടിച്ചിടുന്നു തള്ളയാമേശു കാരുണ്യം. നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാമേശു കാരുണ്യം. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിത് നല്ല സന്ദർഭമാകുന്നു. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിത് നല്ല സന്ദർഭമാകുന്നു. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുന്നേ. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുന്നേ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടന്നു പോരുവാൻ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടങ്ങ് പോരുവാൻ. കൊടും കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനേ എന്നെ വിടല്ലേ. കൊടും കാറ്റുണ്ടി വനദേശത്ത് പ്രിയനേ എന്നെ വിടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കേടമങ്ങു തീർക്കണേ. കൊതിയോടെ ഞാൻ വരുന്നേ, എൻ്റെ സങ്കേടമങ്ങു തീർക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ സന്തോഷമായിരിക്കുന്നു? കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിന് മഹത്വം കരേറ്റാമോ? ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ പാട്ടിൻ്റെ വരികൾ ഓർമ്മയുണ്ട്? നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ച ഒരു അനുഗ്രഹീതമായ പ്രഭാത ഗീതമാണ് ഇപ്പോൾ നമ്മൾ പാടി. അതിൻ്റെ വരികൾ എന്നെ കഴിഞ്ഞൊരാഴ്ച ഞാൻ ഈ ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് എന്നെ ഈ ഒരു പാട്ട് വീണ്ടും വീണ്ടും എന്നെ ബലപ്പെടുത്തി. ഞാൻ ബോസ്റ്റൺ പ്രെയർ ലൈനിൻ്റെ രാവിലത്തെ പ്രെയറിൽ ഇത് പാടിയായിരുന്നു. പാസ്റ്റേഴ്സിൻ്റെ പ്രെയർ ലൈനിൽ ഈ പാട്ട് തന്നെ പാടിയായിരുന്നു. അന്നേരം ഈ ഒരു പാട്ട് ഈ ഒരാഴ്ച എന്നെ ഒത്തിരി ഇന്നത്തെ ഈ ഒരു സന്ദേശവുമായി ബന്ധപ്പെട്ട് ഒത്തിരി എന്നെ ബലപ്പെടുത്തിയ ഒരു ഗാനമാണ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പാട്ടുകളുടെ വരികൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പാടുമ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദേവദാസൻ ഡോക്ടർ റോണി, മറ്റെല്ലാ സഹോദരങ്ങൾ, മാതാപിതാക്കൾ എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയ ആൻറ്റി വൺസ് അഗെയിൻ കാണുന്നതിൽ വളരെ സന്തോഷം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ജോസ്റ്റാൻ ആരോഗ്യത്തോടെ ബലത്തോടെ ചർച്ചിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ആ അപകടത്തിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് ചർച്ചിലേക്ക് കടന്നു വരുന്നത്. തൻ്റെ ദാസനെ കർത്താവ് സൂക്ഷിച്ചല്ലോ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു. ആരോഗ്യത്തോടെ ബലത്തോടെ പരിപൂർണ്ണ
പരിപൂർണമായ സൗഖ്യത്തോടെ താനായി തീരുവാൻ കർത്താവിൻ്റെ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ നമ്മുടെ ദേവദാസന്മാർ പലരും ഇവിടെയില്ല, അവരെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് അവരെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഇന്ന് ഇങ്ങനെ അവിചാരിതമായ ഒരു ഒക്കേഷനാണ് ഇങ്ങനൊരു മെസ്സേജിന് വേണ്ടി ദൈവം അവസരം ഒരുക്കിയത്. കഴിഞ്ഞ ആഴ്ചകളെല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ പ്രിയ കർത്തദാസൻ്റെ സന്ദേശം കേൾക്കുവാൻ വേണ്ടി. പക്ഷേ അദ്ദേഹത്തിന് ശരീരമായിട്ട് അത്ര നല്ല സൗഖ്യമല്ലാതിരിക്കുന്നത് കൊണ്ട് ആണ് ഇങ്ങനെ ഞങ്ങൾ ദേവദാസന്മാർ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മെസ്സേജ് വീണ്ടും നിങ്ങൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് പ്രാർത്ഥനയോട് വരിക. കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. കർത്താവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ ആര് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരിലൂടെ ദൈവാത്മാവ് എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് ദൈവം നമ്മളോട് സംസാരിക്കും. കർത്താവ് എന്നോട് സംസാരിക്കണമേ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുള്ളൂ. കർത്താവെ, എന്നിലൂടെ ദൈവം എന്താണോ ഇവിടെയുള്ള ദൈവമക്കളോട് സംസാരിപ്പാനുള്ളത് അത് ദൈവം ബലപ്പെടുത്തി എന്നിലൂടെ പറയിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് സുപരിചിതമായ ഒരു വാക്യത്തിലേക്കാണ് നമ്മൾ വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ പോകുന്നത്. സങ്കീർത്തനം 39:4-5 വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിലെ ഒരു പ്രാർത്ഥന, ഒരു അപേക്ഷ എന്താണെന്നുള്ളതിനെ പറ്റി 4 കാര്യങ്ങൾ വേഗത്തിൽ സംസാരിച്ചിട്ടിരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 39:4-5 വാക്യങ്ങൾ ഇപ്രകാരം കാണുന്നു: യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിൻ്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ ഈ പാസേജ് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നമ്മളൊരു പിക്ചർ, ഒരു 10 വർഷം മുമ്പെടുത്തൊരു ഫോട്ടോ നമ്മൾ കണ്ടിട്ട് ഇത്രയും നാൾ പെട്ടെന്ന് കടന്നു പോയോ എന്ന് നമ്മുടെ ആ ഫോട്ടോ കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും. നമ്മുടെ മെമ്മറീസിൽ പല ഫോട്ടോസ് കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കും, ഓ, ഇത് കഴിഞ്ഞ ദിവസം നടന്നതുപോലെ എന്ന് ചിന്തിച്ചുകൊണ്ട് പല കാര്യങ്ങൾ നമ്മൾ റിലേറ്റ് ചെയ്യാറുണ്ട്. റൈറ്റ്? നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരുന്നു. ഞാൻ ചില സമയത്ത് ആഷ്ലിനോട് പറയാറുണ്ട്, പതുക്കെ വളർന്നാൽ മതി, ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഇങ്ങനെ നടക്കുന്നതൊക്കെ കണ്ട് ഞങ്ങൾക്ക് അത് കുറച്ചുകൂടെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരും. റൈറ്റ്? അവർ നമ്മൾ ചിന്തിക്കുന്നതിലും വേഗത്തിലങ്ങ് ബിഗ് ബോയ്സ് ആൻഡ് ഗേൾസ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ അവർക്ക് വേണ്ടാത്തൊരു ഏജിലേക്ക് എത്തിച്ചേരും. ബട്ട് ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഗ്രാജുവലായിട്ടുള്ള അവരുടെ വളർച്ച നമ്മളെപ്പോഴും കാണാറുണ്ട്. അത് കർത്താവിന് മഹത്വം കരയേറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ വന്നതിന് മുമ്പ് എൻ്റെ മുടികളൊന്നും വെളുത്തതില്ലായിരുന്നു. പക്ഷേ ഈ റീസെൻ്റ്ലി ഞാൻ നോക്കുമ്പോൾ പലത് ഇങ്ങനെ വെള്ള മുടികൾ കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓർക്കും, ഓക്കെ, 40 വയസ്സിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഉള്ള ഡിഫറൻസ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലെ ചേഞ്ചസ് കാണുന്നു. റൈറ്റ്? ഞാൻ ഈ പറയുന്ന നമുക്ക് ഓരോരുത്തർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളാണ്. അന്നേരം നമ്മൾക്ക് മനസ്സിലാകുന്നു നമ്മുടെ ടൈം ഇങ്ങനെ ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കർത്താവിനോടുള്ള നാളിന് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. ഞാൻ കാനഡയിലായിരുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു സ്നേഹിതൻ, എൻ്റെ കൂടെ പഠിച്ചൊരു സ്നേഹിതൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. റീസെൻ്റ്ലി എൻ്റെ കൂടെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ കൂടെ LKG തൊട്ട് 4ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ അടുത്ത നെയ്ബേഴ്സാണ്. ആ സഹോദരി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ സമകാലികരായിട്ടുള്ള പലരും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പുണ്ട്, അതിനകത്ത് ഇങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവ് ഓരോ ദിവസവും സൂക്ഷിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടെ ആയുസ് ഉള്ളത് കൊണ്ട് കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ നീക്കി വെച്ചിരിക്കുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. സോ അതുകൊണ്ട് ദൈവം നമ്മൾക്ക് നൽകുന്ന ആയുസ്, ആരോഗ്യം എത്രയാണോ അത് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുപോലെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളും, ഞാൻ ഒരു എഴുത്തുകാരൻ ഇപ്രകാരം പറഞ്ഞത് കേട്ടിട്ടുണ്ട്: ജീവിതം എന്ന് പറയുന്നത് കടലിലെ മണൽത്തരി പോലെയാണ്. അത് കയ്യിലെടുത്ത് നമുക്ക് പിടിച്ച് ഒത്തിരി നേരം നിൽക്കാനായിട്ട് പറ്റത്തില്ല. അത് പതുക്കെ വിട്ടു പോകുമ്പോൾ തീരുന്നത് പോലെയാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. സോ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 1ാമത്തെ ദിവസം ഞാൻ ആരെയും പേടിപ്പിക്കുവാൻ വേണ്ടിയല്ല പറയുന്നത്, മറിച്ച് നമ്മളെ തന്നെ ഒന്ന് കണ്ടുണരുവാൻ, ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പറയുവാൻ, കർത്താവേ, എൻ്റെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എനിക്ക് നൽകുന്ന ആയുസ് എത്രയാണോ അത് കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദാവീദ് ഇവിടെ പറയുന്നത് ഒരു സത്യത്തെ മറയ്ക്കാതെ താൻ ദൈവത്തോട് ചോദിക്കുകയാണ്.
തൻ്റെ ജീവൻ എത്ര ചെറുതാണെന്നുള്ള ബോധ്യം തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. താൻ പറയുകയാണ്, യഹോവയെ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ ആ വാക്യം വായിച്ചൊന്ന് പോസ് ചെയ്തു. നമ്മളോട് ഇന്ന് ദൈവം തമ്പുരാൻ പറയുകയാണ്, ഒരു 24 മണിക്കൂറൂടെ നൗഷാദ് ബ്രദറെ, എബിനെ, നിങ്ങൾക്ക് ബാക്കിയുള്ളതെന്ന് ദൈവം പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കാം ആ നെക്സ്റ്റ് 24 hours എന്തായിരിക്കാം നാം ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിക്കാൻ പോകും, ഒത്തിരി തിടുക്കത്തോട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ പോകും, റൈറ്റ്? സോ അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മളുടെ ആയുസിൻ്റെ വാല്യൂ എന്തുവാണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. നമ്മൾ ചിന്തിക്കും ഒത്തിരി നാളുണ്ട്, നമുക്ക് ഒത്തിരി സമയമുണ്ടെന്ന് കരുതി നമ്മൾ പലതും മാറ്റിവെച്ച് പോകും. പക്ഷേ നമ്മുടെ ലൈഫ് വെരി ഷോർട്ടാണ്. നമ്മൾ നോക്കി നിൽക്കുന്നതിനുള്ളിൽ അത് കടന്നു പോകും. സോ അതിനുള്ളിൽ എന്തൊക്കെ നമുക്ക് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയും? ജീവിതം ചെറുതാണെന്നുള്ളൊരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ ലക്ഷ്യത്തോടും ചില ബോധ്യത്തോടെ ചില കാര്യങ്ങൾ പർട്ടിക്കുലർലി നമ്മൾ ചിന്തിക്കും, നമ്മൾക്ക് പ്രായമായി നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ചേർച്ച് എന്ത് ചെയ്യും, നമ്മുടെ മറ്റു സ്നേഹിതരെന്ത് ചെയ്യും. നമ്മളെല്ലാവരും റീപ്ലേസബിളാണ്, റൈറ്റ്? കഴിഞ്ഞ ദിവസം ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ദേവദാസിന് വിസ സംബന്ധമായ ഇഷ്യൂ വന്ന് അദ്ദേഹത്തിന് ഈ കാനഡയിലേക്ക് കയറുവാൻ കഴിയാതെ തിരിച്ച് നാട്ടിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു. വിത്തിൻ 24 hours അദ്ദേഹം പ്രസംഗിക്കേണ്ട 7 പ്രസംഗ സ്ഥലത്ത് 7 പ്രാസംഗികരുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഫ്ലയേഴ്സ് കണ്ടു. അതായത് ഞാൻ ടിങ്കു പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമ്മളെല്ലാം റീപ്ലേസബിൾ ആണ്. സോ സെയിം തിങ്, നമ്മൾ ആരും നമ്മളുടെ ലൈഫ് കൊണ്ട് നമ്മൾ ചിന്തിക്കും നമ്മൾ ഭയങ്കര സംഭവമാണ്, ഞാനില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മുടെ ലൈഫ് ഇറ്റ് ഈസ് യുണീക്ക്. നമ്മുടെ ലൈഫിനെ പോലൊരു ലൈഫ് മറ്റൊരാൾക്കില്ല. എനിക്ക് ഹെപ്സിബിയെ പോലെ പാടാനോ അല്ലെങ്കിൽ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ വരയ്ക്കാനോ അങ്ങനെയുള്ള ടാലൻറ്റ് ചിലപ്പോൾ എനിക്കില്ലായിരിക്കും. പക്ഷേ ഹെപ്സിബയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഡാനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഡാനിക്ക് അത് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ, നല്ലതായിട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഓരോരുത്തരുടെ, ഞാൻ പേരെടുത്ത് എല്ലാവരുടെയും പറയുന്നില്ല, പക്ഷേ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് യുണീക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ ഏറ്റവും എഫേർട്ട് എടുത്ത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, ഇന്നത്തെ ദിവസത്തിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ ഈ നാളുകൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ 30-ാം സങ്കീർത്തനം ദാവീദിൻ്റെ താൻ ആത്മശോധന ചെയ്യുകയാണ്, തന്നെ ഒന്ന് ശോധന ചെയ്യുകയാണ്. അതൊരു പ്രാർത്ഥനയാണ്. സാധാരണ ഒരു ജയഗീതത്തെ പോലെയുള്ളൊരു ചോദ്യമല്ല, അല്ലെങ്കിൽ ഒരു പാസേജ് അല്ല നമ്മളിവിടെ കാണുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു ദൗർബല്യമാണ് ഇവിടെ താൻ എടുത്തു പറയുന്നത്. 4-5 വാക്യങ്ങളിൽ ദാവീദ് നേരിട്ട് ദൈവത്തോട് ചോദിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എനിക്ക് കാണിക്കണമേ. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. താൻ ദൈവത്തോട് പറയുവാണ്, എനിക്കതൊന്ന് അറിയണം, അത് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. എൻ്റെ ദിവസങ്ങൾ എത്ര ചെറുതാണെന്ന് എന്നെ അറിയിക്കണമേ. ഈ ഒരു വാക്യത്തിൽ നാം കാണുന്നു, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ആ ഒരു 4 വിരലിൻ്റെ അളവ് എന്താണെന്ന് ഞാൻ അതിനെപ്പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മൾ ഒരു അളവൊക്കെ എടുക്കുമ്പോൾ മീറ്റർ അല്ലെങ്കിൽ ഇത് ടേപ്പ് ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈവച്ച് അല്ലെങ്കിൽ കാലിൻ്റെ ഇത് വെച്ചുകൊണ്ട് 1 ഫൂട്ട് 2 ഫൂട്ട് ഇങ്ങനെ നമ്മൾ പലപ്പോഴും അളവെടുക്കും. അതുപോലെ 4 വിരലിന് എത്രമാത്രം നീളമുണ്ടോ അത്രയുമേ ഉള്ളൂ എൻ്റെ ലൈഫ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. സോ നമ്മൾ നിഗളിക്കാൻ ഒന്നുമില്ല, നമ്മൾ അഹങ്കരിക്കാൻ ഒന്നുമില്ല. കാരണം നമ്മുടെ വെരി ഷോർട്ട് ലൈഫാണ്. അത് എനിക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, എനിക്ക് എങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളിൽ ഇപ്രകാരം നാം കാണുന്നു, എൻ്റെ നാളുകൾ നെയ്ത്തോട്ടത്തിലും വേഗതയുള്ളത്, പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു. എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രം എന്നോർക്കണമേ, എൻ്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല.
ഇവിടെ ഇയ്യോബ് തൻ്റെ ജീവിതത്തെ പറ്റി പറയുകയാണ്. എൻ്റെ നാളുകൾ തോട്ടത്തിലും വേഗതയുള്ളത്, പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു. വേഗത്തിൽ കഴിഞ്ഞു പോകുന്നതാണ് നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതമെല്ലാം. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ജസ്റ്റ് ഒരു നിമിഷത്തിൽ മാറിപ്പോകാമെന്ന ഒരു വ്യക്തിത്വങ്ങളാണ് നമ്മളെല്ലാവരും. എനിക്കറിയത്തില്ല എനിക്ക് നാളെ പ്രസംഗിക്കാൻ ഒരു അവസരം ഉണ്ടാകുമോ, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യത്തോടെ ആയുസ്സോടെ നിൽക്കുവാൻ കഴിയുമോ എന്ന് എനിക്ക് ഗ്യാരണ്ടിയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആർക്കും ഗ്യാരണ്ടിയില്ല, റൈറ്റ്? നമുക്ക് അടുത്ത നിമിഷം നമ്മൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. വിത്തിൻ സെക്കൻഡ് നമ്മളുടെ അവസാനമാകാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവാകാം. എന്താണെങ്കിലും ഇന്ന് ഞാൻ എടുത്തെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം തന്നിരിക്കുന്ന ആയുസ് കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുപോലെ മോശ സങ്കീർത്തനത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. 90-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു. 90-12 ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. സോ ആ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു വാക്ക് ഇപ്രകാരമാണ്: നമ്മുടെ നാളുകളെ എണ്ണുന്നെങ്കിൽ ആ വ്യക്തിക്ക് എന്തോ ഉണ്ട്. ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? ജ്ഞാനമുണ്ട്. ഓക്കെ, ജ്ഞാനമുള്ളൊരു വ്യക്തിയാണ് തൻ്റെ നാളുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ജീവിതത്തെ നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ മോശ പറയുന്നത് ഇപ്രകാരമാണ് 90-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യത്തിൽ: ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം. So teach us to number our days that we may present to you a heart of wisdom. ആ ഒരു വാക്യം എങ്ങനെയാണ് ഇന്റർ കണക്റ്റഡ് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിസ്ഡം ഉണ്ടാകുവാൻ, നമ്മുടെ നാളുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നൊരു ആളിന് എന്തുകൊണ്ട്? വിസ്ഡമുണ്ട്. നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് തന്നെ ഒന്ന് സ്വയം ശോധന ചെയ്യാം. ഇങ്ങനെ നമ്മളെ ബൈബിൾ നിരാശപ്പെടുത്തുവാൻ വേണ്ടിയല്ല ആഗ്രഹിക്കുന്നത്, ജ്ഞാനത്തിലേക്കും ദൈവിക വിശ്വാസത്തിലേക്കും നയിക്കുവാനാണ് നമ്മുടെ ഈ ചെറിയ ജീവിതം കൊണ്ട് ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത്. ദാവീദിൻ്റെ പ്രാർത്ഥന ഒരിക്കലും ചിന്തിക്കരുത് ഇതൊരു സാഡായിട്ടുള്ള അല്ലെങ്കിൽ നിരാശപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണെന്ന്. മറിച്ച് താൻ ജ്ഞാനപരമായ അല്ലെങ്കിൽ ബുദ്ധിപരമായ അല്ലെങ്കിൽ വിസ്ഡത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ് താൻ ഇവിടെ ചോദിക്കുന്നത്. ജീവിതം ചെറുതാണെന്നൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ നാം ദൈവത്തിനു വേണ്ടി ലക്ഷ്യബോധത്തോടെ ജീവിക്കുവാനായിട്ട് കഴിയും. ജീവിതം ചെറുതാണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ചില കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കർത്താവിൻ്റെ നാമത്തിൽ പ്രയോജനപ്പെടുവാനായിട്ട് കർത്താവ് സഹായിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിയാണ് മൈക്കിൾ ജാക്സൺ, റൈറ്റ്? സോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തൻ്റെ വലിയ ആഗ്രഹമായിരുന്നു 150 വയസ്സ് വരെ ജീവിച്ചിരിക്കണമെന്ന്. 150 years ജീവിച്ചിരിക്കണമെന്ന് തനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഹി അപ്പോയിൻറ്റഡ് 12 doctors at home who would daily examine him from hair to toenails. 12 ഡോക്ടർമാർ തൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഹിസ് ഫുഡ് വാസ് ഓൾവേസ് ടെസ്റ്റഡ് ഇൻ ലാബറട്ടറി ബിഫോർ സെർവിങ്. താൻ കഴിക്കുവാൻ പോകുന്ന ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരുന്നു താൻ കഴിച്ചിരുന്നത്. Another 15 people were appointed to look after his daily exercise and workout. ഒന്ന് ചിന്തിച്ചു നോക്കണേ, നമ്മൾക്ക് ഒരാളെ തന്നെ ഡെയിലി എക്സസൈസിന് വർക്കൗട്ടിനും ഒക്കെ എടുക്കണമെങ്കിൽ എത്രായിരം രൂപ നമുക്കൊരു മാസം ആകും എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാം. അന്നേരം ഇത്രയും പേരെ താൻ തൻ്റെ വർക്കൗട്ടിനും എക്സസൈസിനും വേണ്ടി മാത്രം 15 പേരെ എടുത്തു. ഹിസ് ബെഡ് ഹാഡ് ദ ടെക്നോളജി ടു റെഗുലേറ്റ് ദ ഓക്സിജൻ ലെവൽ. ഓക്സിജൻ ലെവല് ഇതൊക്കെ ടെക്നോളജി പരമായിട്ട് അതിൻ്റെ ഇവാലുവേഷൻ ചെയ്ത് തൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ടൈപ്പിലത്തെ ഒരു ടെക്നോളജിക്കൽ ബെഡിലായിരുന്നു താൻ കിടന്നിരുന്നത്. അതുകൂടാതെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഓർഗൻ ഡോണേഴ്സ് was there, were kept ready so that whenever needed they could immediately donate their organ. ചിന്തിച്ചു നോക്ക്, അത് എത്ര പേരെ താൻ റെഡിയാക്കി വെച്ചിരുന്നു. അവർക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം താൻ കൊടുത്ത് അവരെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നു. ഹി വാസ് പ്രൊസീഡിങ് വിത്ത് എ ഡ്രീം ഓഫ് ലിവിങ് 150 years. ബട്ട് ഹി ഫെയിൽഡ്. തൻ്റെ ആഗ്രഹം, മാനുഷികമായി തൻ്റെ ആഗ്രഹം 150 വയസ്സ് വരെ ജീവിക്കണമെന്നായിരുന്നെങ്കിലും അതിൻ്റെ 1/3 ജീവിക്കാനേ
തന്നെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. വെറും 50 years മാത്രം ജീവിക്കുവാനേ തൻ്റെ ജീവിതം കൊണ്ട് തനിക്ക് സാധിച്ചുള്ളൂ. ഇന്നത്തെ ലോകത്ത് മരിക്കുവാൻ അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ വളരെ ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എങ്ങനെയും മെഡിക്കൽ സയൻസ് കൊണ്ടും അല്ലെങ്കിൽ മറ്റിതര കണ്ടുപിടുത്തങ്ങൾ കൊണ്ടും മാക്സിമം ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാം എന്നുള്ള ചിന്തയോടെ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്ന ഒത്തിരി വ്യക്തികൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ഡോക്ടേഴ്സാകാം, മറ്റിതര സയൻറ്റിസ്റ്റുകളാകാം, അതിനുവേണ്ടി അവർ എഫേർട്ട്സ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പണമുണ്ടായാലും നമ്മുടെ തൊഴിൽ എന്താണേലും നമ്മൾ എത്ര മനോഹരമുള്ള ബ്യൂട്ടിഫുള്ളും ഹാൻഡ്സമായിട്ടുള്ള വ്യക്തികളാണെങ്കിലും നമ്മുടെ ജീവിതത്തിന് ഈ ഒരു ഭൂമിയിലെ ജീവിതത്തിന് ഒരു അവസാനമുണ്ട്. സങ്കീർത്തനം 39 ഈ ഒരു വാക്യത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ്. 39-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ നാം ഇപ്രകാരം കാണുന്നു: യഹോവേ, എൻ്റെ ആയുസ് എത്ര എന്നതിന് എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. നമ്മുടെ ആയുസ് വളരെ ക്ഷണികമാണ്. നശ്വരമായ ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ശാശ്വതമായിട്ടില്ല. നമുക്കാകെ ചെയ്യുവാൻ പറ്റുന്നത് നല്ലൊരു നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ, നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളും പ്രിപ്പറേഷനും തയ്യാറാക്കലും നമ്മുടെ ജീവിതത്തിൽ ഡേ ബൈ ഡേ, അനുദിന ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും, പലതും നമ്മുടെ ജീവിതത്തിൽ നേടുവാൻ കഴിയും. പക്ഷേ നമ്മൾ സൃഷ്ടാവിനെ ഓർക്കാതെ നമ്മൾ ഈ ലോകമോഹങ്ങളിൽ പോവുകയും തെറ്റായ വഴികളിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ രാജ്യത്തിൽ നാം പ്രവേശിക്കുകയില്ല. ഞാനിവിടെ ദൈവസന്നിധിയിൽ നമ്മളെ ബലപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഇപ്രകാരമാണ്: അവനെ നിരാശപ്പെടുത്താനല്ല, മറിച്ച് ജ്ഞാനത്തോടെ ജീവിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജീവിതം ശാശ്വതമാണെന്ന് കരുതുന്നവർ അത് പാഴാക്കാൻ വളരെ സാധ്യതയുണ്ട്. ജീവിതം, ഞാൻ പറഞ്ഞ വാക്ക് വൺസ് അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു, ജീവിതം ശാശ്വതമാണ്, ഇറ്റ് ഈസ് എവർലാസ്റ്റിംഗ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവർ പല കാര്യങ്ങളും ടേക്ക് ഇറ്റ് ആസ് ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും. പക്ഷേ അത് ചെറുതാണെന്ന് തിരിച്ചറിയുന്നവർ അതിനെ വിലമതിക്കുവാനായിട്ട് ഇടയാത്തരുന്നു. When they understand that it is so short, they will give priority, they will value that life. അതെന്തിനു വേണ്ടിയാണ്? നമ്മൾ ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ദൈവമക്കളായ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവമേ, എനിക്ക് തന്നിരിക്കുന്ന ആയുസ് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കാം. അതിൻ്റെ ഒന്നാമതായി ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന്, ദാവീദിൻ്റെ വാക്കിൽ നിന്ന് 4 സത്യങ്ങൾ അല്ലെങ്കിൽ 4 വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അത് ശ്രദ്ധിക്കാം. ലൈഫ് ഈസ് ബ്രീഫ് ആൻഡ് ഫ്രജൈൽ, അല്ലെങ്കിൽ ജീവിതം ചെറുതും പെട്ടെന്ന് നശിക്കുന്നതുമാണ്. ഒന്നാമത്തെ പോയിന്റ്, ഫ്രജൈൽ. ലൈഫ് ഈസ് ബ്രീഫ് ആൻഡ് ഫ്രജൈൽ. ദാവീദ് തൻ്റെ ആയുസ് വിരലിൻ്റെ നീളത്തോട് അനുരൂപിച്ച് പറഞ്ഞു, വിരൽ വീതി പോലെ ചെറുതാണെന്ന് പറയുന്നു. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നമ്മൾക്ക് എത്ര ദിവസം ഒരു മനുഷ്യൻ, ഏറെയായാൽ 80 വയസ്സെന്ന് പറയും. ഇപ്പോൾ പലരും 90, 100, കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി 102 വയസ്സ് വരെ ജീവിച്ച ഒരു വ്യക്തിയുടെ കാര്യം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ഒരു വർഷം എത്ര ദിവസം നമ്മൾ ജീവിക്കുന്നുണ്ടെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? 365. നമ്മളൊരു 50 വർഷം ജീവിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഇനിയൊരു 30 വർഷം കൂടാണല്ലോ 80 വയസ്സാകാൻ വേണ്ടി 50 വയസ്സുള്ളവർക്ക്. അന്നേരം എത്ര ദിവസം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഫോണൊന്ന് എടുത്തൊന്ന് കാൽക്കുലേറ്റ് ചെയ്തോ. 30 × 365. ഇപ്പം 50 വയസ്സുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് അത്രയും എമൗണ്ട് ഓഫ് നമ്പർ ഓഫ് ഡേയ്സ് മാത്രമേ ബാക്കിയുള്ളൂ. 60 80 കഴിഞ്ഞവർ വെൽ ആൻഡ് ഗുഡ്. ദൈവം തന്നിരിക്കുന്ന ഗ്രേസ് പീരീഡായി കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവം തന്നിരിക്കുന്ന ആയുസ് നമ്മൾ ചിന്തിക്കുന്ന അത്രയും ദിവസങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. പക്ഷെ അത് ഏറ്റവും ബ്ലെസ്ഡ് ആക്കുവാൻ ഈ ദിവസങ്ങൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മനുഷ്യന് 70, 80, 100 വർഷം ജീവിച്ചാലും അത് നിത്യതയോടെ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെല്ലാം നത്തിങ് ആണ്. നിത്യതയോട് ഫോക്കസ് ചെയ്തായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തെ ഇപ്രകാരമാണ് പറയുന്നത്: അവർ ടൈം ഈസ് ഷോർട്ട് ആൻഡ് അൺസർട്ടൻ. അത് ദൈവത്തിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനത്തിലെ ഒരു വാക്യം കൂടെ വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ നേരത്തെ വായിച്ചത്, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ല. We don't know what holds our tomorrows, but we know who holds our future, right? Our God who holds our future. നമ്മുടെ ദൈവം നമ്മുടെ ഭാവിയെല്ലാം കരുതുന്നൊരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ചിന്തിച്ച് പല കാര്യങ്ങൾ ചെയ്യാനോ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ചിന്തിച്ചു കൂട്ടി പലത് ചെയ്തു തീർക്കാനോ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല.
നമുക്ക് കഴിയുന്നത് വി ക്യാൻ ട്രസ്റ്റ് ഇൻ ഗോഡ് ഹു ക്യാൻ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്സ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ഈ ഫ്രജൈലായ ചെറുതായ ഈ ഒരു ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടി ഫെയ്ത്ത്ഫുള്ളായിട്ട് നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇരുട്ടിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ അതെപ്രകാരമാണോ, അതെത്രയും ഷോർട്ടായിട്ടാണ് കത്തി തീർന്നു പോകുമ്പോൾ അതിൻ്റെ പ്രകാശം അവസാനിക്കും. അതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഫിനിഷ് ഇൻ നോ ടൈം, റൈറ്റ്? സോ ഞാൻ പല ഉദാഹരണങ്ങൾ ആ സെയിം ഒരു കാര്യത്തിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം കർത്താവ് തന്നിരിക്കുന്ന ആയുസ്സിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത്. ഈ ഒരു ആയുസ്സിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പകയോ പിണക്കമോ വൈരാഗ്യമോ കോപമോ ക്രോധമോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തെ എനിക്ക് തന്നിരിക്കുന്ന ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അത് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാൻ കർത്താവേ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. Wisdom begins when we acknowledge how brief and fragile life is. ജീവിതത്തിൻ്റെ ചെറുതും ഏറ്റവും ദൗർബല്യവും തിരിച്ചറിയുമ്പോഴാണ് നമ്മൾക്ക് എന്തുണ്ടാകുന്നത്, ജ്ഞാനമുണ്ടാകുന്നതെന്നാണ് ഒരു പണ്ഡിതൻ പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. വിസ്ഡം ബിഗിൻസ് വെൻ വി അക്നോളജ് ഹൗ ബ്രീഫ് ആൻഡ് ഫ്രജൈൽ ലൈഫ് ഈസ്. ആമേൻ. രണ്ടാമതായിട്ട് ഫസ്റ്റ് തിങ് നമ്മൾ കേട്ടത് ലൈഫ് ഈസ് ബ്രീഫ് ആൻഡ് ഫ്രജൈൽ. സെക്കൻഡ്ലി, ട്രൂ സെക്യൂരിറ്റി ഈസ് ഓൺലി ഇൻ ഗാഡ്. നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്ത് വെക്കാം, പല ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ സെക്യൂർഡായിട്ട് പല കാര്യങ്ങൾ നമ്മൾ സാമ്പത്തികമായിട്ടും അല്ലാതെയും പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷേ ട്രൂ സെക്യൂരിറ്റി അത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്, അല്ലെങ്കിൽ യഥാർത്ഥ സുരക്ഷ അത് ദൈവത്തിൽ നിന്ന് മാത്രമാണുള്ളത്. ദാവീദ് പറയുന്നത് മനുഷ്യൻ ഉറപ്പുള്ളവനെന്ന് തോന്നിയാലും അവൻ ഒരു ശ്വാസം അത്ര എന്നാണ്. റൈറ്റ്? നമ്മൾക്ക് എടുത്തൊരു ശ്വാസം തിരിച്ചു വിടാൻ കഴിയാതിരിക്കുന്ന ഒരു സെക്കൻഡിലേക്ക് നാം എത്തുമ്പോൾ, ഇവിടെ ഡോക്ടേഴ്സ് പലരും ഇരിപ്പുണ്ട്, ആ ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ നമുക്കറിയാം വി ആർ ഡൺ. നമ്മളറിയത്തില്ല, മറ്റുള്ളവരറിയും. റൈറ്റ്? സോ നമ്മൾ ആ ഒരു നിമിഷത്തേക്കേ ഉള്ളൂ. നമ്മൾക്ക് ഒരു ശ്വാസമാണ് നമ്മുടെ ജീവിതം എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഈ ലോകത്തിലെ മനുഷ്യൻ ധനത്തിൽ, ആരോഗ്യത്തിൽ, അവരുടെ സ്റ്റാറ്റസ്, അവരുടെ പഠിത്തത്തിൽ, പലവിധമായ കാര്യങ്ങൾ, അവരുടെ ആകാര ഭംഗികളിൽ, ബ്യൂട്ടി, അവരുടെ ലുക്കുകൾ, അവരുടെ എബിലിറ്റീസ്, പല കാര്യങ്ങൾ അവർ ബോസ്റ്റ് ചെയ്യും. പക്ഷേ ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് നമ്മൾ ബോസ്റ്റ് ചെയ്യേണ്ടത് കർത്താവിലായിരിക്കണം. നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ നിർമ്മിച്ച ആ ദൈവത്തിലായിരിക്കണം. ഞാൻ ശാന്തമായിട്ട് ഇന്ന് ദൈവമക്കളോട് സംസാരിക്കുന്ന ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. കർത്താവെ, ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും കർത്താവിലുള്ള ട്രസ്റ്റ് എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞു വരുന്നെങ്കിൽ ഐ നീഡ് ടു ഫിക്സ് ദാറ്റ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ ദൈവാത്മാവിൽ നിങ്ങളോട് ഓരോരുത്തരോട് ദൈവാത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: നമ്മുടെ ആശ്രയം കർത്താവിലായിരിക്കട്ടെ. നമ്മുടെ ക്ഷണികമായ ലോകത്തിൽ നമ്മൾ മറ്റേ ആരെ ട്രസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. ബിക്കോസ് ഹീ ക്യാൻ ടേക്ക് കെയർ ഓഫ് അസ്. നമ്മുടെ സെക്യൂരിറ്റി കർത്താവിലാണ്. സോ ദാവീദ് ഇവിടെ പറയുന്നത് മനുഷ്യൻ ഉറപ്പുള്ളവനാണെന്ന് തോന്നിച്ചാലും അവൻ ശ്വാസം മാത്രമാണ്. മനുഷ്യൻ്റെ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണ്. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു. Proverbs chapter 18 verse 10. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. The name of the Lord is a strong tower, the righteous runs into it and safe. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പൈതലിന് പറവാൻ കഴിയുന്ന ഒരു കാര്യമാണ് The name of the Lord is a strong tower. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്ട്രോങ് ടവർ എവിടാണ്? ക്രിസ്തുവാണ്, അല്ലെങ്കിൽ ദൈവമാണ് എൻ്റെ ടവർ എന്നാണ് ഇവിടെ സദൃശവാക്യങ്ങളിൽ നാം കാണുന്നത്. ആകാശത്തിനെ മുട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ 100 കണക്കിന് ഫ്ലോർസ് ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ അതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ അത് സ്ട്രോങ് ആണോ? ഒരു കാറ്റടിച്ചാൽ, ഒരു മഴ പെയ്താൽ, അല്ലെങ്കിൽ ഒരു ഭൂമിയിലൊക്കെ ഉണ്ടായാൽ, ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തകർന്ന് തവിടുപൊടിയായി തീരും. പക്ഷേ അടിസ്ഥാനം സ്ട്രോങ് ആണെങ്കിൽ അത് എന്നേക്കും നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ഫോക്കസ്, തൻ്റെ ഫൗണ്ടേഷൻ ദൈവത്തിൽ സ്ട്രോങ് ആണെങ്കിൽ
തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അത് സന്തോഷത്തോടെ, ദൈവം തന്നത് ഞാൻ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടുമെന്ന് പാടുവാനായിട്ട് ഇടയായിത്തീരും. ഒരു ദൈവത്തിൽ ആശ്രയമില്ലെങ്കിൽ ഈ ലോകത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഒരു ചെറുത് വന്നാലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് അതായിരിക്കും നമ്മുടെ ഫോക്കസ്. പക്ഷെ മറിച്ച് നമ്മുടെ ഫോക്കസ് കർത്താവാണെങ്കിൽ പ്രശ്നങ്ങൾ എന്തും വന്നോട്ടെ, പ്രതികൂലങ്ങൾ എന്തും വന്നോട്ടെ, നിരാശപ്പെടുവാനുള്ള കാര്യങ്ങൾ അനവധി വന്നോട്ടെ, ജോലിയിലുള്ള പ്രശ്നങ്ങളാകാം, കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാകാം, മറ്റ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാകാം, പഠനപരമായ വിഷയങ്ങളായിരിക്കാം, വാട്ട് എവർ കംസ് ഇൻ യുവർ ലൈഫ്, ദൈവത്തിലാണ് നമ്മുടെ ട്രസ്റ്റ് എങ്കിൽ, ദൈവത്തിലാണ് നമ്മുടെ സെക്യൂരിറ്റി എങ്കിൽ നാം ഒന്നിനെ ചൊല്ലി കുലുങ്ങിയോ പതറുകയോ ചെയ്യേണ്ട കാര്യമില്ല. സമ്പത്തിലും വിജയത്തിലും മനുഷ്യൻ്റെ വാഗ്ദത്തങ്ങളിലും ഒന്നും നാം ആശ്രയിക്കരുത്, മറിച്ച് നാം കർത്താവിൽ ആശ്രയിക്കണം. Our God provides unshakable security amid life's uncertainties. ഈ ലോകത്തിലെ അൺസർട്ടനിറ്റീസിൻ്റെ നടുവിൽ, അനിശ്ചിതങ്ങളുടെ നടുവിൽ ഉറപ്പുള്ള അഭയം ദൈവത്തിലാണ്. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എന്തെല്ലാം അൺസർട്ടനിറ്റീസ് വന്നോട്ടെ, ഞാൻ ഇവിടെ സംസാരിക്കുന്ന ഓരോ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലവിധമായ ഭാരങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവം ഉറപ്പുള്ള അഭയമായി തീരും. മൂന്നാമതായിട്ട്, ഇറ്റേണൽ പെർസ്പെക്റ്റീവ് ബ്രിങ്സ് വിസ്ഡം. ഒന്നാമതായി നാം കേട്ടത് ലൈഫ് ഈസ് ബ്രീഫ് ആൻഡ് ഫ്രജൈൽ. രണ്ടാമതായിട്ട്, ട്രൂ സെക്യൂരിറ്റി ഈസ് only in God. And thirdly, eternal perspective brings wisdom. നിത്യതയുടെ ദർശനമാണ് ഒരു വ്യക്തിക്ക് എന്ത് നൽകുന്നത്? ജ്ഞാനം നൽകുന്നത്. നമുക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായാലും നിത്യതയുടെ പേഴ്സ്പെക്റ്റീവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തില്ല എന്നാണ് വചനം പറയുന്നത്? ജ്ഞാനമില്ല എന്നാണ്. നമ്മൾ ജ്ഞാനമുള്ളൊരു വ്യക്തിയാണോ, ഒരു ദൈവ പൈതലാണോ, ഒരു ദൈവദാസിയാണോ, ഒരു ദൈവദാസനാണോ, ജ്ഞാനത്തോടെ ആയിരിക്കണമെങ്കിൽ നമ്മുടെ ഫോക്കസ്, നമ്മുടെ കാഴ്ചപ്പാട് നിത്യതയിലേക്കുള്ളതായിരിക്കണം. ദാവീദ് പറയുന്ന, എൻ്റെ ദിവസങ്ങൾ എത്ര ചെറുതാണെന്ന് എന്നെ അറിയിക്കണമേ. എന്തിനാണ്? കാരണം ജീവിതം ചെറുതാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ജ്ഞാനം ലഭിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഷോർട്ടായിട്ടുള്ള ലൈഫാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഏറ്റവും ബ്ലെസ്ഡ് ആക്കാൻ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുവാൻ ഉള്ള ടൈം ഒത്തിരി വർക്ക് ഹാർഡ് ചെയ്യുവാൻ, ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ആ ഷോർട്ട് സ്പാനാന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. നമ്മൾ ചിന്തിക്കും, ഓക്കെ എനിക്കിനി ഒരു 10-30 വർഷം കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അത്രയും നാളിൽ ചെയ്യാമല്ലോ എന്ന് നാം കരുതിയിരിക്കും. പക്ഷേ ഇവിടെ ദാവീദ് പറയുന്നത് ക്ഷണികമായ അല്ലെങ്കിൽ ചെറിയ ആ ഒരു ടൈമിനെ പറ്റി താൻ പറയുമ്പോൾ തൻ്റെ ഉള്ളിലൊരു വിസ്ഡം ലഭിക്കുകയാണ്. എനിക്ക് ആ ഒരു ചെറിയ നാളിൽ ചില കാര്യങ്ങൾ ദൈവനാമമഹത്വത്തിന് വേണ്ടി ചെയ്യണം. കൊലോസിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു. കൊലോസിയർ 3:2 നമുക്കൊന്ന് നോക്കുവാൻ കഴിയുമോ? ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഹോളി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഒത്തിരി തടസ്സമുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മളായിരിക്കുന്ന പ്രവൃത്തി മേഖലകളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. നമ്മൾ ഓവർ ഹിയർ ചെയ്യുന്ന ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്, അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്, മറ്റിതര കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ ചെവിയിലോട്ട് അത് പ്രോസസ്സ് ചെയ്യുവാൻ, നമ്മുടെ തലയിലോട്ട് അത് കേൾക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കാത്തതും കാണുവാൻ ആഗ്രഹിക്കാത്ത ഒത്തിരി കാര്യങ്ങളായിരിക്കാം നമ്മുടെ ചുറ്റുപാടും കാണുന്നത്. പക്ഷേ ദൈവാത്മാവ് ഇവിടെ നമ്മളോട് സംസാരിക്കുന്നത് നാം ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുന്നവരായി തീരുവാനാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ചിന്തിച്ചേ, ഇഫ് യു ഹാവ് എൻ എക്സാം ടുമോറോ, വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ? യു വിൽ ബി ഹാപ്പി, ചിൽ, കൂൾ, ഓർ എനിക്കത് ഇതുകൂടെ പഠിച്ചു തീർക്കണം, ഞാൻ ഇതുകൂടെ പഠിച്ചില്ലെങ്കിൽ എനിക്ക് നാളത്തെ എക്സാമിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള ചിന്തയായിരിക്കുമോ? ആർ വി ഹാവിങ് ദാറ്റ് തോട്ട് ഇൻ അവർ മൈൻഡ്? Or we are thinking, oh, I studied everything is fine. അങ്ങനെ ഒരു ചിന്തയോടായിരിക്കും. നിങ്ങൾ ഡെയിലി പഠിക്കുന്നവരാണെങ്കിൽ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. അല്ല എങ്കിൽ, എനിക്ക് അതുകൂടെ പഠിക്കാനുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തെ അവസാന ദിവസത്തേക്ക് അല്ലെങ്കിൽ ആ ദിവസം എക്സാം എടുക്കുന്നതൊക്കെ സമയത്താണ് പഠിക്കുവാൻ വേണ്ടി ബുക്ക് തപ്പുന്നത് തന്നെ. സോ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ അന്നേരം ആ ഒരു സമയം അടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി ചിന്തിക്കും, എങ്ങനെയെങ്കിലും അതുകൂടെ പഠിച്ചായിരുന്നെങ്കിൽ, ആ ഒരു ഷോർട്ട് എക്സാം അല്ലെങ്കിൽ ആ ഒരു എസ്സേയും കൂടെ പഠിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിച്ച് നമ്മൾ ഒത്തിരി പ്രിപ്പയർ ചെയ്യുവാനായിട്ട് പോകും. അതുപോലെയാണ് നമ്മുടെ ജീവിതവും.
പരീക്ഷ നമുക്ക് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് നമ്മൾ ഓർത്ത് നോക്കി. ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ള എക്സാം എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓക്കെ, ഇനി സമയമുണ്ട്, 365 ദിവസമുണ്ട്, 12 മാസമുണ്ട്, 11 മാസമുണ്ട്, 10 മാസമുണ്ട്, അങ്ങനെ നമ്മൾ ടൈം ഒത്തിരി കളയുകയല്ലാതെ നമുക്ക് നെക്സ്റ്റ് ഡേയിലുള്ള എക്സാം ആണെന്നുള്ള കരുതി നമുക്ക് പ്രോസസ്സ് ചെയ്യുവാൻ പലപ്പോഴും സാധിച്ചെന്ന് വരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഷോർട്ട് സ്പാനിൽ നമുക്ക് ദൈവസന്നിധിയിൽ പറവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ. ദൈവമേ, ഞാൻ ഉയരത്തിലുള്ളത് അന്വേഷിക്കുമ്പോൾ കർത്താവേ, ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഞാൻ കണക്റ്റഡായി എനിക്ക് ചില ഹേർട്സ്, എനിക്ക് എന്തെങ്കിലും എൻ്റെ വിശുദ്ധ ജീവിതത്തിൽ നയിക്കുവാൻ തടസ്സമായ ചില കാര്യങ്ങൾ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അപ്പാ എന്നെ അത് ക്ലീൻ ചെയ്യണമേ, എന്നെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് പറവാൻ കഴിയുമോ? The third point I want to conclude here by saying eternal perspective produces wise decisions. നിത്യദർശനം ശരിയായ തീരുമാനങ്ങൾക്ക് വഴി തുറക്കും. നമ്മൾ നിത്യതയിലെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഉയരത്തിലെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ റൈറ്റ് ആയിരിക്കും. Finally, the fourth point I want to share is living for eternity gives lasting impact. നിത്യതയ്ക്കായി ജീവിക്കുന്നത് നിലനിൽക്കുന്ന പ്രത്യാശ നൽകുന്നു. നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞു, നാളത്തെ 2 സെഷൻ കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ സൺഡേ വർഷിപ്പിൽ കർത്താവിനെ ആരാധിച്ച് കർത്താവ് മേശയിൽ നിന്നും ഭാഗവാക്കാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അതിനുശേഷം ആ ഒരു കണക്ഷൻ അത് കഴിഞ്ഞിട്ട് കട്ട് ഡൗൺ ആയിട്ട് പിന്നെ അടുത്ത ഫാസ്റ്റിംഗ് പ്രെയർ വേണ്ടി വരുമ്പോൾ നമ്മളെ ഒന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടി, അതോ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് എത്രമാത്രം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു? നമ്മുടെ ജീവിതം ചെറുതാണെങ്കിലും അത് എങ്ങനെ ജീവിക്കുവാൻ കഴിയുന്നു? ദാവീദിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമുണ്ട്. നിത്യതയെ മുൻനിർത്തിക്കൊണ്ട് താൻ ഇപ്രകാരം പറയുകയാണ്, ഭൂമിയിലെ നേട്ടങ്ങളൊക്കെ ഒടുങ്ങും, പക്ഷേ ക്രിസ്തുവിനായി ചെയ്തത് നിലനിൽക്കും. നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടായാലും അതെല്ലാം തീരും, പക്ഷേ കർത്താവിന് വേണ്ടി ചെയ്തത് നിലനിൽക്കും. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ ഒരു ടാർഗറ്റ് ഇട്ടുകൊണ്ട് ഞാൻ അവിടെ ഒനിയാൻഡയിൽ ട്രാക്ടർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ലക്ഷ്യമാണ് ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ എങ്കിലും അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദ പെർസെൻറ്റേജ് ഹൗസസ് എനിക്ക് ഈ ഒരു സമ്മറിൽ തീർക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഓടുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ ലക്ഷ്യം സംഹൗ അത് റീച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഏകദേശം 2500ഓളം വീടുകൾ കയറി ഇറങ്ങുവാൻ കർത്താവ് ഈ ഒരു സമ്മറിൽ കർത്താവ് സഹായിച്ചു. പക്ഷേ അവിടെ 8500+ അവിടെ വീടുകളുണ്ട്. അന്നേരം അതിൻ്റെ ഒരു 20% കഷ്ടിച്ചേ ആയിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഫോക്കസ് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചിലരെ നേടുക എന്നുള്ളതായതുകൊണ്ട് എൻ്റെ ഫോക്കസ് എന്താണ്? സംഹൗ ഐ വോണ്ട് ടു റീച്ച് ദം. സംഹൗ ഇന്ന് ഞാൻ ബ്ലഡ് ഡൊണേഷന് വേണ്ടി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഞാൻ ട്രാക്റ്റ് കൊടുത്തിട്ട് അവരോട് ഞാൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് പോകുന്നതിന് എന്നെ ഷേർലി എപ്പോഴും ഡിസ്കറേജ് ചെയ്യും, പോകണ്ട, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകണ്ട. പക്ഷേ ആ സമയങ്ങളിൽ എനിക്ക് ഒത്തിരി പേരെ കണക്ട് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഫോക്കസ്, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അതിനുവേണ്ടി നാം ഒരുങ്ങുക. ലിവിങ് ഫോർ ഇറ്റേണിറ്റി ഗീവ്സ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ്. നമുക്കറിയത്തില്ല, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചപ്പോഴും ദിവസം പറയുകയാണ്, കർത്താവേ, എൻ്റെ ആയുസ്സിൽ എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് എനിക്ക് ഒനിയാൻഡയിൽ കുറേ വ്യക്തികളെ സ്നാനപ്പെടുന്നത് കാണണം, അല്ലെങ്കിൽ എനിക്ക് സ്നാനപ്പെടുത്തണം, എനിക്ക് അവിടെയുള്ളവരെ കർത്താവിന് വേണ്ടി നേടണം, ആ ദേശത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. ഒനിയാൻ്റെയും ബിങ്ഹാംപ്റ്റനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദേശത്ത് ദൈവം നമ്മളെ ഓരോരുത്തരെ ആക്കിയിരിക്കുമ്പോൾ കർത്താവെ, അത് ലോങ് ആയിട്ടുള്ള ഇറ്റേണിറ്റിയുടെ പർപ്പസിന് വേണ്ടിയുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25ഉം 26ഉം വാക്യങ്ങളിലൂടെ അവസാനമായിട്ടൊന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-26. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല, ഇത് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാസേജ് ഇതൂടെ പറഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്. ഹി ഹൂ ബിലീവ്സ് ഇൻ മീ വിൽ ലിവ് ഈവൻ ഇഫ് ഹി ഡൈസ്.
നമ്മുടെ പ്രത്യാശ, നമ്മൾക്ക് ആദ്യം പറഞ്ഞത് നമ്മുടെ ഈ നശ്വരമായ ജീവിതത്തിൻ്റെ പ്രത്യാശ എന്നുള്ളത് ആ നിത്യതയിലെത്തുക, ആ പുനരുദ്ധാന ജീവിതം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ, ആ ജീവിതത്തിനു വേണ്ടി വിശ്വസിച്ചാൽ നമ്മൾ മരിച്ചാലും ജീവിക്കും. ഈ ഭൂമിയിലെ മരണത്തെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിത്യതയിലേക്കുള്ള ലോങ് ആയിട്ടുള്ള, ഭൂമിയിലെ ജീവിതം ഒരു 80 വയസ്സ് 90 വയസ്സ് 100 വയസ്സേ ഉള്ളൂ. പക്ഷേ ലൈഫ് ലോങ് ആയിട്ട് ഇറ്റേണിറ്റിയിലേക്ക് നമുക്ക് പ്രാപിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ നമ്മുടെ ആയുസ് വിശ്വസ്തയോടെ ചെയ്യാം. ജിം എലിയറ്റിൻ്റെ ഒരു കോട്ട് ഇപ്രകാരമുണ്ട്: ഹി ഈസ് നോ ഫൂൾ ഹു ഗീവ്സ് വാട്ട് ഹി കനോട്ട് കീപ് ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ്. മലയാളത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: നിലനിർത്താൻ കഴിയാത്തത് വിട്ടുകൊടുത്ത് നഷ്ടപ്പെടുത്താനാവാത്തത് നേടുന്നവൻ മണ്ടനല്ല. ഹി ഈസ് നോ ഫൂൾ ഹു ഗീവ്സ് വാട്ട് ഹി കനോട്ട് കീപ് ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ്. തൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു നിത്യതയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുക, ഈ ലോകത്തിലെ സുഖങ്ങളായിരിക്കട്ടെ, ഈ ലോകത്തിലെ പല കാര്യങ്ങളായിക്കോട്ടെ, നിത്യതയ്ക്ക് വേണ്ടി അത് നഷ്ടമായിട്ട് അത് ഗിവ് അപ്പ് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ആരല്ലെന്നാണ് പറയുന്നത്? ഒരു ഫൂളല്ല. നമ്മളും ആ ഒരു കാറ്റഗറിയിലായിക്കോട്ടെ. തൻ്റെ ചെറിയ പ്രായത്തിൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു വ്യക്തിയാണ് ജിം എലിയറ്റ്. തൻ്റെ ജീവിതം ആ ഒരു ചെറിയ ആയുസ് താൻ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന് ആ ഒരു രാജ്യത്ത് ആ മിഷണറി പ്രവർത്തനം തൻ്റെ കുടുംബാംഗങ്ങൾ പിന്നീട് ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിച്ചു. നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിന് വേണ്ടി, ആ ഒരു നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്നതായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. നാം സുവിശേഷം അറിയിക്കുന്നവരായി തീരുവാൻ, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ഇമ്പാക്റ്റ് ചെയ്യുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദാവീദിൻ്റെ പ്രാർത്ഥന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതം ചെറുതും അനിശ്ചിതവുമാണ്, എന്നാൽ അത് നിരാശയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് ജ്ഞാനത്തെയും ദൈവത്തിലുള്ള ആശ്രയത്തിലെ നമ്മളെ അനുദിനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഉതകുന്നതായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ പല കാര്യങ്ങളിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പല സമയങ്ങൾ, വേസ്റ്റാക്കി കളയുന്ന പല വാക്കുകൾ, പല പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി സ്പെഷ്യലായിട്ട് ചില കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ കർത്താവ് സഹായിക്കും. നമ്മൾ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കുവാൻ കഴിയുമോ? പ്രിയ സഹോദരി സഹോദര, നിങ്ങൾ ഇന്ന് എങ്ങനെ ജീവിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട്, ഈ ലോകത്തിലെ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനേക്കാളും കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുവാൻ കഴിയുമോ? എത്ര പേരോട് നമ്മളെ തന്നെ ഒരു ടെസ്റ്റിമണി ആയി തീരുവാൻ കഴിയുന്നുണ്ട്? നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഒരു വ്യക്തിയെങ്കിലും കർത്താവിന് വേണ്ടി നേടുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഇമ്പാക്റ്റ് ചെയ്യുവാൻ, ആ വ്യക്തികളെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനമാക്കി തീർക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? അതോ മറിച്ച് ഓരോ വ്യക്തികൾ നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് ഇവൻ ക്രിസ്ത്യാനിയാണ്, ഇവൻ ദൈവവൈതലാന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ഇവൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെയാണെന്നാണോ നമ്മളെപ്പറ്റി മറ്റുള്ളവർ പറയുന്നത്? ഒരു നിമിഷം ദൈവത്തിൽ ഒന്ന് ആശ്രയിപ്പാൻ കഴിയുമോ? നമുക്ക് ആയുസ് തന്ന, ശ്വാസം തന്ന, ആരോഗ്യം തന്ന ആ കർത്താവിനെ ഒന്ന് മഹത്വം കരയേറ്റുവാൻ കഴിയുമോ? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല വൈകിയ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അവിടുന്ന് തന്നിരിക്കുന്ന ആയുസ് ക്ഷണികമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു പിതാവേ. ആ നൽകിയിരിക്കുന്ന ആയുസ് കർത്താവെ അങ്ങയിൽ ഫോക്കസ് ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിപ്പാൻ, അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യത ഫോക്കസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ അപ്പോൾ അവിടുന്ന് സഹായിക്കണം. ഈ ക്ഷണികമായ ലോകത്തിൽ കർത്താവെ, പാപഭങ്കുരമായ ഈ ലോകത്തിൽ കർത്താവെ ഞങ്ങൾ ജീവിക്കുമ്പോൾ നിത്യത നഷ്ടമാകുന്നതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളെ തന്നെ മുറ്റുമായി ഏൽപ്പിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ മാനവ മഹത്വത്തോടത്തേക്ക് എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.